ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC LP UP സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കാണ്. ഭൗതികശാസ്ത്രമാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഭൗതികശാസ്ത്രത്തിൽ നോക്കാനുള്ളത് താപം. 7ാമത്തെ ടോപ്പിക്ക് താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത എന്നിവയാണ്. അപ്പോൾ നമ്മുടെ LP UP സിലബസിൽ പറഞ്ഞിട്ടുള്ളതും ഇത് താപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുതപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, ദ്രവബലങ്ങൾ, ഗുരുത്വാകർഷണം, പിന്നെ അതുപോലെ തന്നെ കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം, പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം, കാഴ്ച, പ്രകാശം, പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം, ഊർജ്ജ പാലനം എന്നിവയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അളവുകൾ, യൂണിറ്റ്, ചലനം, ചലന സമവാക്യം, ചലന നിയമങ്ങൾ, തരംഗ ചലനം, ശബ്ദം, ബലം, പ്രവൃത്തി, ഊർജ്ജം, പവർ എന്നിവയൊക്കെയാണ്. അതാണ് നമ്മുടെ LP UP സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഓരോ ഹെഡിങ്ങിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ഇതെല്ലാം നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ്? താപവും താപനില, അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധതരം തെർമോമീറ്ററുകൾ, അതുപോലെ തന്നെ ആർദ്രതയും ആപേക്ഷിക ആർദ്രതയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. താപവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് SCERTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, SCERT ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് നമ്മളൊരു ഗൈഡിനെ ഫോളോ ചെയ്തിട്ടാണ് താപം എന്ന ടോപ്പിക്ക് നോക്കുന്നത്. LDC സിലബസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ താപോർജ്ജത്തെക്കുറിച്ച്, താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജ മാറ്റത്തെക്കുറിച്ചുമുള്ള പഠനത്തെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനത്തിനെ പറയുന്നത് ക്രയോജനിക്സ് എന്നാണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമോ അത് തെർമോമീറ്ററാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജ മാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ദ്രാവകമായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറി. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ എന്നത്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയില് കെൽവിനാണ്, ഓർത്തിരിക്കുക. സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണയായി താപനില അളക്കുന്നത് ഡിഗ്രി സെൽഷ്യസിൽ. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് കേട്ടോ. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപോർജ്ജത്തിൻ്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഒരു കലോറി എന്നത് 4.2 ജൂളാണ് ചോദിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കാം. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അബ്സല്യൂട്ട് സീറോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനിലയെ അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് സീറോ എന്നാണ്. ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് ചോദിച്ചാൽ -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് ഓർത്തിരിക്കുക. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ട് നിലയ്ക്കുന്ന ഊഷ്മാവാണെന്ത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഫാരൻഹീറ്റിലെ സെൽഷ്യസ് സ്കെയിലാക്കാൻ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ അതായത് സെൽഷ്യസ് സ്കെയിലാണ് ആക്കേണ്ടത്. ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫാരൻഹീറ്റ് -32 × 5/9 എന്ന് ചെയ്താൽ മതി. ഇനി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കണമെങ്കിൽ ഫാരൻഹീറ്റ് F എന്ന് കാണിക്കുക. എന്നിട്ട് എന്താണ്? C × 9/5 + 32 ചെയ്യേണ്ടത്. ഇനി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കണമെങ്കിൽ K ആണ് കാണേണ്ടത്. അവിടെ C + 273.15 കെൽവിനെ സെൽഷ്യസ് സ്കെയിലാക്കണമെങ്കിൽ K - 273.15 ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് തരാം. SCERT ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് LP UPക്കാർ.
സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനില ദ്രവണാങ്കമാണ്. ഐസിൻ്റെ ദ്രവണാങ്കം 0°C ആണ്, അതായത് 273 കെൽവിനാണ് ചോദിച്ചിട്ടുണ്ട്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില ഖരാങ്കമാണ്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റത്തിനെയാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്ററാണ്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്ററാണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്ററുമാണ്. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവിന് ഊഷ്മാവ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ത്? ഊഷ്മാവ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ °C, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നിവയാണ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ °C, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നിവയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1°C ഉയർത്താൻ ആവശ്യമായ താപധാരിതയാണ്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1°C ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത എന്നറിയപ്പെടുന്നത്. ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു താപധാരിത എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1°C ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത. അടുത്തത് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. 0°C എന്നത് 32° ഫാരൻഹീറ്റും 273 കെൽവിനുമാണ്. ഇത് തുല്യമാണ്. അതായത് 0°C പറയുന്നത് 32° ഫാരൻഹീറ്റ് എന്നാണ്, അല്ലെങ്കിൽ 273 കെൽവിൻ എന്നും പറയും. ഇനി 100°C പറയുകയാണെങ്കിൽ 212° ഫാരൻഹീറ്റും 373 കെൽവിനുമാണ്. ഇത് മൂന്നും അത് ഓർത്തിരിക്കുക. അതായത് സെൽഷ്യസിനെ ഫാരൻഹീറ്റും കെൽവിനും ആക്കി മാറ്റുന്ന ആ ഒരു എമൗണ്ട് മനസ്സിൽ വെക്കുക. അടുത്തത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എന്തെന്ന് ചോദിച്ചാൽ -40 ആണ്. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -524.25 സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എന്നൊന്ന് ഇല്ല. ഇനി അടുത്തത് മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതത്തിനെയാണ് നമ്മൾ ശീതമിശ്രിതം എന്ന് പറയുന്നത്. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം പുനർഹിമായനം റിജുലേഷൻ എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവാണ് കേവല പൂജ്യം എന്നും അറിയപ്പെടുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ശീതമിശ്രിതം, പുനർഹിമായനം, കേവല പൂജ്യം എന്നിവ. ഇനി താപപ്രസരണം എങ്ങനെയാണ്? താപപ്രസരണം നടക്കുന്നത് 3 രീതിയിലാണ്: ചാലനം, സംവഹനം, വികിരണം എന്നിവയൊക്കെ. നമ്മുടെ SCERT ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താപപ്രസരണം 3 രീതിയിലാണ്: ചാലനം, സംവഹനം, വികിരണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇനി ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം എന്നത്. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാകുന്ന താപപ്രസരണം സംവഹനം എന്നാണ് അറിയപ്പെടുന്നത്. ദ്രാവകങ്ങളിലെയും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം എന്നത്. അപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ ചാലനം മുഖേനവും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനം മുഖേനയുമാണ് താപം പ്രസരിക്കുന്നത്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനമാണ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയയെ വികിരണം എന്നാണ് അറിയുന്നത്. എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന കാര്യമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണെന്ത്? വികിരണം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തെർമോമീറ്ററുകളുണ്ട്. ഏതൊക്കെയാണ്? ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയില് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയില് ഫാരൻഹീറ്റ് ആണ്. സങ്കോചിക്കുവാനും വികസിക്കുവാനും ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററും അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്ററുമാണ്. സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്? ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററുമാണ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. 200°C താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്. ഓർത്തിരിക്കുക, ആവർത്തിച്ചൊരു ചോദ്യമാണ്. 200°C താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററാണ്.
അപ്പോൾ വിവിധ തരം മീറ്റർ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ക്ലിനിക്കൽ തെർമോമീറ്റർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ടാണ് കണ്ടെത്തിയത്. പിന്നെയുള്ളത് ഫാരൻഹീറ്റ് ആണ്. അത് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. ഇനി അതിലെന്താണ് ഉപയോഗിക്കുക? സങ്കോചിക്കാനും വികാസിക്കാനും ഒക്കെ ഉള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുന്ന തെർമോമീറ്റർ എന്ന് പറയുന്നത് ലബോറട്ടറി തെർമോമീറ്ററും അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്ററുമാണ്. തെർമോമീറ്ററിലെ അഗ്രഭാഗങ്ങളിൽ ബൾബിൽ കാണുന്നതാണ് എന്ത്? മെർക്കുറി എന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ലബോറട്ടറിയാണ് എന്ത്? ലബോറട്ടറി തെർമോമീറ്ററാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്നത്. ഇനി അടുത്തത് ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സീസോയുടെ ചലനം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, തരംഗ ചലനം എന്നിവയ്ക്ക്. ഇതൊരു PSC എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് ഘൂർണന ചലനത്തിന് ഉദാഹരണം? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമാണ്. അതുപോലെ ജലം ഐസാകുന്ന താപനില എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 0 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇനി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചതോ സർ തോമസ് ആൽബർട്ട് ആണ്. അപ്പോൾ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോയും മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റും ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ടുമാണ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയെയാണ് നമ്മൾ തിളനില എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, അതും ചോദിച്ചിട്ടുണ്ട്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില, അതായത് ബോയിലിംഗ് പോയിൻ്റ്. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസമാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിയൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാവും. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറയുന്നത്. താപനില താഴ്ത്തിയിട്ട് ഒരു നിശ്ചിത താപനിലയിൽ എത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമുണ്ട്. അത് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ് അറിയപ്പെടുക. അതിചാലകത കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ് ആണ്. അതിചാലകത കണ്ടെത്തിയതാണ് കമർലിംഗ് ഓൺസ് 1911 മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിനാണ്. കേവല 0 എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ് എത്രയെന്ന് ചോദിച്ചാൽ കേവല 0 എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ് എത്രയെന്ന് ചോദിച്ചാൽ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. -273 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് 39 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില എത്രയെന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇമ്പോർട്ടൻ്റ്. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെയും ശരീരോഷ്മാവ് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്, അതും അല്ലെങ്കിൽ 310 കെൽവിൻ. ഇതിൽ 36.9 ഡിഗ്രി സെൽഷ്യസും അതുപോലെ 98.4 ഡിഗ്രി ഫാരൻഹീറ്റും ഒക്കെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി 310 കൂടി ഓർത്തിരിക്കുക, 310 കെൽവിൻ എന്നത്. അപ്പോൾ 3 എന്തായാലും പഠിച്ചു വയ്ക്കാം. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതായത് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിൽ ചോദിച്ചാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് എഴുതാം. അല്ല സെൽഷ്യസിലാണ് തിളയ്ക്കുന്ന താപനില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എഴുതാം. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് എല്ലാവർക്കും അറിയാം. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എന്ന് പറയുന്നതോ 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വിശിഷ്ട താപധാരിതയാണ്. എന്താണ്? 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കിലോ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് വിശിഷ്ട താപധാരിത. നമ്മുടെ SCERT ടെക്സ്റ്റിലും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലെ ഓരോ പോയിൻറ്റും SCERTയിലുള്ളതാണ്, നന്നായി പഠിക്കുക. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കിലോ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂള് പെർ കിലോഗ്രാം കെൽവിൻ
JkgK ആണ്. അതായത് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഇനി വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ സ്വർണ്ണമാണ്. അത്രയും ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്? 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 കിലോ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. ഇനി വിശിഷ്ട താപധാരിത യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ചോദിച്ചാൽ ജലവും അതുപോലെ മൂലകം ചോദിച്ചാൽ ഹൈഡ്രജനുമാണ്. ഇനി ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണവുമാണ്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ്? അന്തരീക്ഷ താപനിലയുണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കുന്നില്ല. എഞ്ചിനുകളിലെ റേഡിയേറ്ററുകളിൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കാറുകളിലൊക്കെ കൂളൻ്റുകളായിട്ട് ജലം ഉപയോഗിക്കുന്നുണ്ട്. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിതയുടെ 1/5 ഭാഗമാണ് മണലിൻ്റെ വിശിഷ്ട താപധാരിത എന്നുകൂടി ഓർത്തിരിക്കാം. ജലം ചൂടാകുന്നതിൻ്റെ 5 ഇരട്ടി വേഗത്തിൽ കര ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. ജലത്തിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഓർത്തിരുന്നാൽ അറിയാം, കടൽ ജലം പതുക്കെയാണ് ചൂടാവുക, പക്ഷേ കര വേഗം ചൂടാവും. അത് തിരിച്ച് വൈകുന്നേരങ്ങളിലാവുമ്പോഴും കര വേഗം തണുക്കും, കടൽ പതുക്കെ തണുക്കും അല്ലേ. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 4200 ജൂൾ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള താപീയ വികാസമാണ്. എന്താണ്? ചൂടാകുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം താപീയ വികാസം. ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നതോ വാതകങ്ങളാണ്. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങൾക്കാണ്. പദാർത്ഥങ്ങളുടെ താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത്, പിന്നെ കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ വിടവ് ഇടുന്നത്, കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ താപത്തിൻ്റെ വികാസവുമായി പരിഗണിച്ചുണ്ടാവുന്ന സന്ദർഭങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താ നോക്കാനുള്ളത്? അടുത്തത് ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം, ഇവാപ്രേഷൻ. ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്നും താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനമാണെന്ത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്ന് താപം സ്വീകരിച്ചിട്ട് അത് വാതകാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുക. ഇപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനം എന്താണ്? ബാഷ്പീകരണമാണ്. നിത്യജീവിതത്തിൽ ബാഷ്പീകരണം പ്രയോജനപ്പെടുത്തുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. മൺകൂജയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലം നന്നായി തണുക്കുന്നത്, അതുപോലെ വിയർത്തിരിക്കുന്ന ആൾക്ക് ഫാനിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത്, പിന്നെ നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇത്രയും കാര്യം എന്താണ്? ബാഷ്പീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കാം. ഇനി ബാഷ്പീകരണത്തിൽ ലീനതാപം എന്താണ്? 1 കിലോഗ്രാം ദ്രാവകം അതിൻ്റെ തിളനിലയിൽ വെച്ചിട്ട് തിളനിലയിൽ മാറ്റമില്ലാതെ പൂർണ്ണമായിട്ടും വാതകമായി മാറുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന താപമാണ് അതിൻ്റെ ബാഷ്പീകരണ ലീനതാപം. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം 540 കെൽവിൻ കലോറി ആയിട്ടാണ് വരിക. കെൽവിനാണ്, 540 കെൽവിനാണ്. ഇനി നീരാവിയുടെ ബാഷ്പീകരണ ലീനതാപം കൂടുതലായതിനാലാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള ഉണ്ടാകുന്ന പൊള്ളലിനേക്കാൾ മാരകമാകുന്നത്. നമ്മുടെ SCERTയിലുള്ളതാണ്, ഓർത്തിരിക്കുക. ഓരോന്നിൻ്റെയും തിളനില കൊടുത്തിട്ടുണ്ട്. മെഥനോള് 64 ഡിഗ്രി സെൽഷ്യസ് ആണ്, എഥനോള് 79 ഡിഗ്രി സെൽഷ്യസ്, ജലം 100 ഡിഗ്രി സെൽഷ്യസ്, മെർക്കുറി 357 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിളനില ഏതിലാണ്? മെർക്കുറിയാണ്, 357 ഡിഗ്രി സെൽഷ്യസ്. ഓർത്തിരുന്നാൽ മതി. ആർദ്രതയും ആപേക്ഷിക ആർദ്രതയും നോക്കാം. അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. ഈ ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഗ്രോമീറ്റർ ആണ്. അന്തരീക്ഷത്തിലെ താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആപേക്ഷിക ആർദ്രതയ്ക്ക് എന്താ മാറ്റം സംഭവിക്കുക? അത് കൂടുകയാണ് ചെയ്യുക. ആപേക്ഷിക ആർദ്രതയുടെ ഏറ്റവും കൂടിയ മൂല്യം എന്ന് പറയുന്നത് 1 വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് കേവല ആർദ്രത എന്നാണ് അറിയപ്പെടുക. 1 ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ് കേവല ആർദ്രത കണക്കാക്കുന്നത്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പൂരിതാവസ്ഥ എന്നത്. പൂരിതാവസ്ഥ. അന്തരീക്ഷം നീരാവി പൂരിതമാക്കി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവ് എന്ന് പറയുന്നത് എന്താണ്? തുഷാരാങ്കമാണ്. തുഷാരാങ്കം.
നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിനെ അറിയപ്പെടുന്നു. ആപേക്ഷിക ആർദ്രതയാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത 50% അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആപേക്ഷിക ആർദ്രത എങ്ങനെ കാണാം? കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി പൂരിതാവസ്ഥയിൽ ആപേക്ഷിക ആർദ്രത എന്നത് 100% ആപേക്ഷിക ആർദ്രത കണക്കാക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്നത്. ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ തെർമോമീറ്ററുകളുടെ എണ്ണം 2 എണ്ണമാണ്. വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബിലെ ഒരു തെർമോമീറ്റർ സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നു. അതിലെ മറ്റൊരു തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപവും രേഖപ്പെടുത്തുന്നു. രണ്ട് തെർമോമീറ്ററിലെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവായിരിക്കും. താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഹൗസ് വൈഫൊക്കെ ആണെങ്കിലോ തിരക്കിലായിരിക്കും. അപ്പോൾ രാവിലെ നീക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കേട്ട് തന്നെ പഠിക്കാം. ഇനി അഥവാ നമ്മുടെ കയ്യിലൊരു ഗൈഡ് ഉണ്ടെങ്കിൽ കൂടി ആ ഗൈഡിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യുന്ന രീതിയിൽ കേട്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടി ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉത്തരം പറയുക. അങ്ങനെ ഉത്തരം പറയുമ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും. അല്ല നമുക്കത് ആ സമയത്ത് ഓർമ്മ കിട്ടിയില്ലെങ്കിലും മറന്നു പോയിട്ടെങ്കിലും അത് ക്യാച്ച് ചെയ്യാനും കൂടി വോയിസ് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിക്കുക. അതിപ്പോൾ എവിടെയായാൽ പോലും ഞാനൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ കിച്ചണിൽ ഉപയോഗിച്ചിരുന്നു. ഇനി അഥവാ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയിരുന്നു. അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതിനേക്കാൾ നല്ലതായിട്ട് എന്താണ് വോയിസ് കേട്ടിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ 1 മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. അതുപോലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയർഫോൺ വയ്ക്കുക, അപ്പോൾ നമുക്ക് കേൾക്കാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഇനി കിച്ചണിലൊക്കെ ഇയർഫോൺ വെച്ചിട്ട് ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഹെഡ്സെറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ ബ്ലൂടൂത്ത് സൈസ് ആണെങ്കിൽ അങ്ങനെ, അതും അല്ലെങ്കിൽ ലൗഡിൽ വെച്ചിട്ടും നമുക്ക് കേൾക്കാം. നമുക്ക് എങ്ങനെ ഓരോ മിനിറ്റും നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ 1 മിനിറ്റ് പോലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ കൂടി ആ സമയത്ത് യാത്രയൊന്നും അധികം പോവാതിരിക്കുക. ഉള്ള സമയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ 1 നിമിഷം പോലും കളയാതെ നമുക്ക് അഥവാ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണ്, അവരെ ഉറക്കുന്ന സമയങ്ങളിൽ പോലും നമുക്ക് ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും വോയിസ് കേട്ടിട്ടെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യപ്രദം അതുപോലെ പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.